ഫൈനലി എൻ്റെ ആഗ്രഹം പോലെ സ്കൈ ഡൈവിങ്ങിന് ചെയ്യാനുള്ള ഡേ ആയി. പേടിയുണ്ട്, ഓഫ് കോഴ്സ് അഡ്രിനാലിൻ റഷ് ഉണ്ട്. Hello everyone, so this is how I started my day. Early morning തന്നെ എണീറ്റു and then 2 o'clock-നായിരുന്നു ട്രാം. സോ വേറൊന്നും നോക്കിയില്ല, വേഗം ഷടപടേ എന്നങ്ങോട്ട് റെഡിയായി. ആൻഡ് ദെൻ ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കൂരിരുട്ടു. ഡെഫിനറ്റ്ലി 2 AM ഒക്കെ ആയല്ലോ, എന്തായാലും ഇരുട്ടായിരിക്കും. അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ മാറി, മേക്കപ്പ് ഒക്കെ ഇട്ടു, മുടിയൊക്കെ കെട്ടി. ആൻഡ് ദെൻ ഇന്നത്തെ പോലെയും ഈ കണ്ണാടിയുടെ മുമ്പിലുള്ള പ്രഹസനം ഞാനങ്ങ് തുടങ്ങി. എനിക്ക് ഇങ്ങനെ കുറച്ച് നേരം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് കുറച്ച് പ്രഹസനം കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഹാപ്പിയാവും. നമുക്ക് സന്തോഷമാണല്ലോ വലുത്. ആൻഡ് നൗ ഗുഡ് മോർണിംഗ് ഫ്രം ജർമ്മനി. ഞാനിപ്പോൾ ഹാലേസാലെ HBF-ലാണ്. ഫ്ലിക്സ് ബസ് കാത്തുക്കുവാണ് ടു ബെർലിൻ പോകാനായിട്ട്. ഇറ്റ്സ് മൈ ബർത്ത്ഡേ 11th August. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ് ഇത്. സോ ബെർലിനിൽ ചെന്നിട്ട് ബെർലിന്ന് ഒരു ട്രെയിൻ ട്രാൻസ്ഫർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു എൻ്റെ ലൊക്കേഷനിലേക്കുള്ളൊരു പിക്കപ്പ് ബസ് വരും. ആ പിക്കപ്പ് ബസ്സിലായിരിക്കും ഞാൻ പോകുന്നത്. സോ 2 മണിയായി വെളുപ്പിന്. 2 മണിയല്ല, ഒരു 2:30 ആയിട്ടുണ്ട്. സോ ആരും ഇല്ല ഇവിടെ. ഇനി ഒരു 30 minutes, ഓൾമോസ്റ്റ് 30 minutes വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലിക്സ് ബസ് വരും ഇവിടെ. ഓക്കെ, സി അവിടെ ടൈം ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, ബൈ ഗൈസ്. കുറച്ച് നേരം കാത്തു നിന്ന് ഫ്ലിക്സ് ബസ് വരാണ്ടായപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ട് പേടിച്ചായിരുന്നു. പക്ഷെ സംഭവം എന്തായാലും കറക്റ്റ് ടൈമായപ്പോൾ നമ്മുടെ ഫ്ലിക്സ് ബസ് എത്തി. അങ്ങനെ പതുക്കെ ഞങ്ങൾ ഫ്ലിക്സ് ബസ്സിലേക്ക് കയറി. ഇത് ബെർലിനിലേക്ക് മാത്രമല്ല, വേറെയും കണക്ഷൻ ഉണ്ട്. ലൈപ്സിഗ്, ഹാലെ, ബെർലിൻ ആൻഡ് ദെൻ വേറെ ഏതൊരു പ്ലേസിലേക്കും കൂടി പോകുന്ന ഫ്ലിക്സ് ബസ്സാണ്. ഇപ്പം പതുക്കെ ഉറക്കമൊന്നും ശരിയാവുന്നതുകൊണ്ട് ഞാൻ കയറിയപ്പോൾ തന്നെ അങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ അങ്ങോട്ട് കിടന്നുറങ്ങി. രാവിലെ ബെർലിനിലെത്തി. ഞാൻ ബെർലിൻ ഒരിക്കലും ഇത്രയും ശാന്തമായി കണ്ടിട്ടില്ല. കാരണം അന്ന് സൺഡേ ആയിരുന്നു. സാറ്റർഡേത്തെ നൈറ്റ് പാർട്ടീസൊക്കെ കഴിഞ്ഞിട്ട് ആരും തന്നെ ബെർലിനിലുണ്ടായിരുന്നില്ല. ഫുൾ ശാന്തം. ഫൈനലി ബെർലിനെത്തി. നല്ല തണുപ്പുണ്ട്. മോർണിംഗ് 6 AM. ഇനി ഇവിടെ നിന്ന് ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗ്രാൻസിയിലേക്ക് പോകും. ഗ്രാൻസിയാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഗ്രാൻസിന്ന് അവരുടെ ഷട്ടിൽ ബസ് വരും. ഷട്ടിൽ ബസ് ഡൈവിങ് പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ആ സോണിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ. നല്ല തണുപ്പുണ്ട്, പ്രതീക്ഷിച്ചില്ല. സമ്മറാണല്ലോ. ഇന്നലെ വരെ ടെമ്പറേച്ചർ 30-25 റേഞ്ചിലാണ് കാണിച്ചത്. പക്ഷേ ഇന്ന് ടെമ്പറേച്ചർ കാണിക്കുന്നത് 16 ആണ്. കുറച്ച് തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് എടുത്തില്ല, ബിക്കോസ് ഇത്ര ദിവസം ചൂടായിരുന്നല്ലോ. പക്ഷെ ഇന്ന് പണി കിട്ടി. ആരുമില്ല. 6 AM ആയിട്ട് ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെയാണ് ഇവിടെ മൊത്തം. എന്തായാലും ഞാൻ പതുക്കെ എസ് ബാൻ പിടിക്കാനായിട്ട് പോയി. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഈ എസ് ബാൻ. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. സൈലൻസും എസ് ബാനും പിന്നെ ഭയങ്കര സ്പീഡാണ്. അവിടെ നിന്ന് ഞാൻ സ്ട്രാസൽ മാറിപ്പോയി സെലക്ട് ചെയ്തത്. അപ്പുറത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സ്ട്രാസൽ സുൻ HBF. ഈ HBF-ലേക്കാണ് നമുക്ക് പോകേണ്ടത്, ഗ്രാൻസി. അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. സോ ഇവിടെ നിന്ന് ഞാൻ ട്രെയിൻ കയറി ഗ്രാൻസിയിലേക്ക്. ഫൈനലി ഗ്രാൻസി എത്തി. സോ ഇനിയൊരു 10-15 minutes ട്രാവൽ ഉണ്ട്. അതൊരു ഷട്ടിൽ ബസ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ബസ്സിലായിരിക്കും ഇനി ബാക്കിയുള്ള യാത്ര. സ്റ്റേ ട്യൂൺഡ്. ഇത് നമ്മുടെ ഗോജമ്പിൻ്റെ ഓഫീസാണ് കേട്ടോ. ഇവിടെ നമുക്ക് വെരിഫിക്കേഷൻ നടത്തണം. അപ്പോൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടാണ് കൊടുത്തത്. പാസ്പോർട്ട് കൊടുത്തു, കൺസെൻറ്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും റിയാലിറ്റി അങ്ങ് ഹിറ്റായി. വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ പോയിന്റിലെത്തി. പേ ചെയ്തു. അപ്പോൾ ഇതാണ് ഗോ ജമ്പിൻ്റെ ലൊക്കേഷൻ. ഫൈനലി എൻ്റെ ആഗ്രഹം പോലെ സ്കൈ ഡൈവിങ്ങിന് ചെയ്യാനുള്ള ഡേ ആയി. സോ August 11th എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഞാൻ ഈ സ്കൈ ഡൈവിങ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ദി ലൊക്കേഷൻ. പേയ്മെൻ്റ് ഒക്കെ ചെയ്തു, റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇനി പതുക്കെ സ്യൂട്ടൊക്കെ ഇട്ട് സെറ്റായി ഇനി ഫ്ലൈറ്റിൽ കയറുന്നു. ജമ്പ്. സ്റ്റേ ട്യൂൺഡ്. ഈ ലൊക്കേഷനിൽ ഭയങ്കര കാറ്റായിരുന്നു. എന്ന് വെച്ചാൽ ഒട്ടും ട്രീസും ബിൽഡിങ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കാറ്റായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ഡാം ബ്യൂട്ടിഫുൾ. ഹലോ
സോ ആ ഫ്ലൈറ്റിലാണ് ഞാൻ ചാടാൻ പോകുന്നത്. നിമിഷങ്ങൾക്കകം ഞാൻ ചാടുന്നതായിരിക്കും. പേടിയുണ്ട്, ഓഫ് കോഴ്സ്. അഡ്രിനാലിൻ റഷ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ഹാപ്പിയാണ്. ലെറ്റ്സ് സീ എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഞാൻ കുറേ നേരമായിട്ട് ആലോചിക്കണം ഇവരെങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് പുറത്തെത്തിക്കാം. അപ്പോൾ അവരൊരു ട്രാക്ടർ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ കെട്ടി വലിച്ചത് പുറത്തെത്തിച്ചു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. എനിക്കതിൻ്റെ ഇടയിൽ അവർ ട്രെയിനിങ് ഒക്കെ തന്നു, ഡ്രസ്സൊക്കെ ഇട്ടു, സ്യൂട്ടപ്പ് ചെയ്തു. ആൻഡ് ദെൻ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ നെഞ്ചൊക്കെ പടപട എന്നിരിക്കുമായിരുന്നു. ബട്ട് ഐ എം സോ ഹാപ്പി. I'm Nimita. Nimita? Yes. They are Your my name? friends. Amal. Benna. Can you explain me what are you doing today? Today I'm going to do skydiving. So it's my birthday tomorrow. So it's my 13th birthday. Is a present? Yeah, for myself. Ah, No, for no, yourself. for Not for myself. them? Okay. They come for support. Just Yes, for okay. sure. Them guys. Thanks for coming. Okay. So happy birthday and ready for jump? Thank you. Thank you so much. Are you ready for jump? Yes, for sure. Let's go. So next. Okay. Thank you. ഈ കാണുന്ന പോലെയല്ല കേട്ടോ, അതിട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനാണ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറി. അപ്പം തന്നെ എൻ്റെ ടെൻഷൻ അങ്ങ് തുടങ്ങി. ആൻഡ് ദെൻ തിരിച്ചു വന്നു. തിരിച്ചു ഇവരോട്ടേക്ക് വന്നു.